ബലിയർപ്പണത്തിനായി ദേവാലയത്തിലേക്ക് ദൈവജനം പ്രവേശിക്കുന്നു. വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശുദ്ധ ബലിക്കായി ഒരുങ്ങുന്നു. അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് വൈദികൻ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. അന്നാ പെസഹ ദിനത്തിൽ കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞാണ് വൈദികൻ കുർബാന ആരംഭിക്കുന്നത്. യേശു പഠിപ്പിച്ച സ്നേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് ഈ ബലി അർപ്പിക്കാം എന്ന് ദൈവജനം മറുപടിയായി പാടുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന ഈ ഭാഗത്തിലൂടെ ഈശോയുടെ ജനനം ഓർക്കുന്നു. തുടർന്ന് ഈശോയുടെ മാമോദീസായും പരസ്യ ജീവിതവും വിശുദ്ധ കുർബാന സ്ഥാപനവും കുരിശുമരണവും ഉത്ഥാനവുമാണ് അനുദിന വിശുദ്ധ കുർബാനയിൽ നാം അനുസ്മരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലെ പ്രധാന ഭാഗം മാത്രം ഇവിടെ വിശദീകരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഈശോ ഭൂമിയിലേക്ക് വന്നു. വചനം പങ്കുവയ്ക്കുന്നതിന്റെ പ്രതീകമായി വൈദികനും വിളക്കുമായി ശുശ്രൂഷകരും അൾത്താരയിൽ നിന്ന് ഇറങ്ങി ബേമയിലേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ ഈശോയുടെ മലയിലെ പ്രസംഗമാണ് അനുസ്മരിക്കുന്നത്. ഈ നിമിഷത്തിൽ സ്വർഗത്തിലെ മാലാഖമാരുടെയും വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ്. അൾത്താരയിൽ മാത്രമല്ല, നമ്മുടെ അരികിലും വിശുദ്ധർ നിൽക്കുന്നുണ്ട്. ഈ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കാതെ ഇവിടെ ശരീരവും മനസ്സ് വേറൊരിടത്തുമാണ്. ഈ ഒരുക്ക ശുശ്രൂഷയിൽ വൈദികൻ കാസയും പിലാസയും ഒരുക്കി. അതിനുശേഷം വൈദികൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ ഈശോയുടെ കാൽവരിയിലേക്കുള്ള യാത്രയാണ് നാം അനുസ്മരിക്കുന്നത്. തുടർന്ന് ഓശാന ഗീതികൾ നമ്മൾ ആലപിക്കുന്നു. നമ്മോടൊപ്പം സ്വർഗീയ വൃന്ദം ഒന്നു ചേർന്ന് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. സെഹിയോൻ ഊട്ടുശാലയിലെ അന്ത്യ അത്താഴവേളയിൽ ഈശോ 12 ശിഷ്യന്മാർക്കൊപ്പം തന്റെ ശരീരവും രക്തവും ആദ്യമായി ഭക്ഷണപാനീയമായി തന്ന നിമിഷത്തെ നമുക്ക് ഓർക്കാം. ഇവിടെയാണ് ആദ്യമായി പരിശുദ്ധ കുർബാന സ്ഥാപനവും അതിന്റെ വിവരണവും നൽകുന്നത്. ഈശോ മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് വൈദികൻ ഉച്ചരിക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങിവന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന നിമിഷമാണിത്. ഈശോയുടെ കാൽവരി മലയിലെ ക്രൂശിത രൂപത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം വൈദികൻ ഉയർത്തിയ കാസയിൽ കലർന്ന് തിരുരക്തമായി മാറുന്നു. ഈ സമയം ഈശോയുടെ മരണവും ഉത്ഥാനവും നമ്മൾ ഓർക്കുന്നു.
വിഭജിച്ച ഭാഗങ്ങൾ തിരുരക്തത്തിൽ മുക്കുമ്പോൾ ശരീരവും രക്തവുമായുള്ള സംയോജനവും, വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ഈശോയുടെ ഉദ്ധാനവും അനുഷ്ഠിക്കപ്പെടുന്നു. കൈവെള്ളയിൽ വന്ന ഈശോയെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയേ. ഈ വിശുദ്ധ കുർബാന സമയം ഈശോയുടെ തിരുശരീരവും രക്തവുമാണ് സ്വീകരിക്കുന്നത് എന്ന ചിന്തയിൽ നാം അത് സ്വീകരിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ നടക്കും. ഈ തിരുശരീരവും രക്തവും ഭക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധ കുർബാനയിലെ വിടവാങ്ങൽ പ്രാർത്ഥനയാണ് തുടർന്ന് വൈദികൻ ചൊല്ലുന്നത്. ആശീർവാദം സ്വീകരിച്ചു മടങ്ങുന്ന ഓരോരുത്തരും അടുത്ത ദിവ്യബലിക്ക് അർപ്പിക്കുന്നതുവരെ ഈ ബലിജീവിതം തുടരേണ്ടതാണ്.